ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇതാ വീണ്ടും നമ്മുടെ ഉസ്താദുമാരുടെ ചെലവിൻ്റെ അന്നത്തെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് 3 നേരത്തെ ഫുഡാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. ഇപ്പോൾ രാവിലെ 4 മണിക്ക് തന്നെ എണീറ്റ് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പമാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. വെള്ളപ്പം റെഡിയാക്കാനായിട്ട് കിച്ചൺ ട്രഡീഷൻ്റെ ആ ഒരു പാലപ്പം മിക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈസിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സമയത്ത് കലക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ അടിപൊളിയായിട്ട് പാലപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു പാലപ്പം മിക്സ് വെച്ചിട്ട് സിമ്പിളായിട്ട് പാലപ്പം തയ്യാറാക്കി എടുക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. വേണ്ടവർ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ദാ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് അടച്ച് വെക്കാം. ഇനി ഇതിലോട്ട് ഗ്രീൻ പീസിൻ്റെ വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയതിന് ശേഷം ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഉസ്താദുമാരുടെ ചിലവുള്ള ദിവസം എളുപ്പം ചെയ്യാൻ പറ്റുന്ന പണികളാണ് കേട്ടോ ചെയ്യാറ്. കാരണം മോനെയും വെച്ചിട്ട് ഇതുപോലുള്ള പണികളൊന്നും കൂടുതൽ ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് പെട്ടെന്ന് കഴിയുന്ന പണികളാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഇത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അവൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമ്മതിക്കൂല. അപ്പോൾ അതാ നമ്മൾ ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വന്നാൽ ഒരു 80% നമ്മുടെ ഗ്രീൻ പീസ് കുക്കായി കിട്ടും കേട്ടോ. പിന്നെ ബാക്കി വെജിറ്റബിൾ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അതിനിടയിൽ ഇതാ ഞാൻ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് അരിപ്പൊടിയും അതുപോലെ തന്നെ മൈദയും ഈക്വൽ അളവിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കാലി ചായക്ക് വേണ്ടിയിട്ട് 6 മണിക്കുള്ള ചായക്ക് വേണ്ടിയിട്ട് അടയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ മാവ് വെച്ചിട്ട് തന്നെ നമ്മൾ കുറച്ച് പൊരിച്ച പത്തിരിയും റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പത്തിൻ്റെ കൂടെ. അപ്പോൾ അതിന് രണ്ടിനും കൂടിയുള്ള മാവാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. മാവ് ഉണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ അരിപ്പൊടിയും അതുപോലെ മൈദയും ഈക്വൽ അളവിൽ എടുക്കുന്നത് കൊണ്ട് തന്നെ. ഇനി നമ്മുടെ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മിക്സിന് തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തേങ്ങയും ശർക്കരയും അവിലും ചേർത്തിട്ടുള്ള മിക്സാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. 6 മണിയാകുമ്പോഴാണ് നമ്മുടെ കാലിച്ചായ കൊണ്ടുപോവേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ കുറേ പണികളൊക്കെ തീർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ആ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശർക്കര പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര കട്ട് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ശർക്കര പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 3-4 ഏലക്കായ ചതച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടുക. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ദാ നമ്മുടെ മാവ് ചെറുതായിട്ട് ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിക്ക കുഴച്ചെടുക്കൂലേ ആ രീതിയിൽ നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. കാരണം നമ്മൾ മൈദയും കൂടി യൂസ് ചെയ്തതുകൊണ്ട്. ഇത് നമുക്ക് അടയ്ക്ക് വേണ്ടിയിട്ടുള്ള ബോൾസ് ആക്കി വെച്ചതാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ അടയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും കേട്ടോ ഈ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഡിസൈനും കാര്യമൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാ എണ്ണ ഒക്കെ നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് അട ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മീഡിയം ടു ലോയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക, എങ്കിലേ നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ചെറിയൊരു കട്ടിക്ക് പരത്തിയെടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ ഈ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചായ അപ്പുറത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊണ്ടു പോകാനുള്ള ചായയും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതേ മാവ് വെച്ചിട്ട് തന്നെ ബാക്കിയുള്ളത് ഞാൻ പൊരിച്ച പത്തിരിക്ക് വേണ്ടിയിട്ട് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ പൊരിച്ച പത്തിരിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് കട്ടിക്ക് പരത്തിയെടുത്തിട്ട് ഒരു ഡബ്ബൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബാക്കി കുറച്ച് ചെറിയ പണികൾ മാത്രമേ നമുക്ക് ബാലൻസ് ആയിട്ട് ഉണ്ടാവുള്ളൂ. റിസ്ക് ഉള്ള പണികളൊക്കെ ഞാൻ മോൻ എണീക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ ദാ നമ്മൾ അടയൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ഓയിലിൽ തന്നെ നമ്മൾ പൊരിച്ചപ്പത്തിരിയും ഫ്രൈ ചെയ്ത് മാറ്റുകയാണ്. അപ്പോഴേക്കും ഇതാ മോൻ എണീറ്റ് വന്നിട്ടുണ്ട്. അവൻ എണീറ്റാൽ പിന്നെ കുറച്ച് സമയത്തേക്ക് ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ അവനെ എടുത്തിട്ട് വേണം ബാക്കി പണികളൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ പൊരിച്ചപ്പത്തിരിയും ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല ലെയറോട് കൂടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊരിച്ചപ്പത്തിരിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഏകദേശം 80% കുക്കായിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് വെജിറ്റബിൾ ആയിട്ട് ഇതാ ക്യാരറ്റും അതുപോലെ തന്നെ പൊട്ടാറ്റോയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ വന്നാൽ തന്നെ അത് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരൊറ്റ വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പൊരിച്ച പത്തിരിയും അതുപോലെ സ്നാക്സ് ആയിട്ട് അടയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കാലിച്ചായ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വെജിറ്റബിൾ കുറുമ റെഡിയാക്കി എടുക്കുകയാണ്. ഇതിനായിട്ട് ഞാനൊരു പാനിൽ ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം പട്ടയും ഗ്രാമ്പും ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ സവാളയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്ത് നമ്മൾ ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ തേങ്ങൻ്റെ പാലാണ് ചേർക്കുന്നത്. നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് 2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. കൂടുതൽ സമയം തിളപ്പിച്ചെടുക്കണ്ട. അപ്പോൾ അതാ കുറച്ച് ടൈം കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ കുറുകി വരും കേട്ടോ. ഫൈനലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ കുറുമ കിട്ടും. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തന്നെ കുറച്ച് ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിനായിട്ട് ഞാൻ ഒരു ചട്ടിയിലോട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചെമ്മീൻ ഓൾറെഡി മസാല പുരട്ടി വെച്ചതാണ് കേട്ടോ. അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുകയാണ്. അപ്പോഴേക്കും ഇതാ നമ്മുടെ വെള്ളപ്പത്തിൻ്റെ മിക്സൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മക്കളെ വണ്ടി നേരത്തെ വരും കേട്ടോ. 20 മിനിറ്റ് നേരത്തെ വണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർക്ക് കഴിക്കുകയും വേണം ഫുഡ്, അതുപോലെ തന്നെ കൊണ്ടുപോകും വേണം കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളപ്പം പെട്ടെന്നൊന്ന് ചുട്ടെടുക്കുക. ഈ ഒരു വെള്ളപ്പം ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്നുള്ള അവസരങ്ങളിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാലപ്പം തന്നെയാണ് കേട്ടോ. എളുപ്പത്തിൽ പണികളൊക്കെ കഴിയും. ചെമ്മീനൊക്കെ റോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് അതേ ഓയിലിലോട്ട് തന്നെ ഞാൻ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. സവാളയും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ചെമ്മീൻ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ഇതാ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കഴിക്കാനുള്ളതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ മോന് ചെറുതായിട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അവനിതാ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൾ കഴിക്കൊന്നുമില്ല കേട്ടോ. ഇനി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. ബാക്കിയുള്ള പാലപ്പവും കാര്യങ്ങളൊക്കെ ചുട്ടെടുക്കാനുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊരിച്ചപ്പത്തിരിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഉസ്താദുമാർക്ക് കൊടുത്തു വിടുകയാണ് കേട്ടോ. ഏകദേശം 8:30 ആയപ്പോഴേക്കും കൊണ്ടുപോകാൻ മക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ ഇതാ ചായയും നമ്മുടെ ചെമ്മീൻ റോസ്റ്റും വെജിറ്റബിൾ കുറുമയും വെള്ളപ്പും ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡിന്റെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ബീഫ് വാങ്ങിച്ചപ്പം ബിരിയാണി വെക്കാനാണ് പ്ലാനിങ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ബീഫ് കിട്ടിയപ്പം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ പ്ലാനൊക്കെ മാറി കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മൻ്റെ ഉപ്പ ബീഫ് കൊണ്ടുവന്നാൽ പറയാറുണ്ട് കേട്ടോ, ബീഫ് വെച്ചിട്ട് ബർല ബർല റെഡിയാക്കിക്കോളീന്ന്. അപ്പോൾ അതെന്താന്ന് ആദ്യമൊന്നും അറിയില്ല. ഇനി പിന്നെ കണ്ട് കണ്ട് മനസ്സിലായിട്ടോ അതെന്താ സംഭവം എന്നുള്ളത്. ബീഫ് ബർല ബർല എന്ന് പറയുന്നത് മസാലകളൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് വെള്ളത്തോട് കൂടി വെക്കുന്നതാണ് കേട്ടോ. ഭയങ്കര ഡ്രൈ അല്ല, എന്നാൽ ഭയങ്കര ലൂസായിട്ടുള്ള കറി പോലെയല്ല. അപ്പോൾ ആ രീതിയിൽ ബർല ബർലയാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മസാലകളൊക്കെ ഇട്ടെടുത്തിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 8 വിസിൽ വന്നാൽ നമ്മുടെ ബീഫ് അടിപൊളിയായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ബീഫിൽ നിന്നും ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ ഇതൊക്കെ. ഇനി ഇത് ജസ്റ്റ് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കും. അപ്പോൾ ആ ഒരു കുറുന്നനെയുള്ള കറിക്കാണ് ബർല ബർല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ചട്ടിയിലോട്ട് ഇതാ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ കുറച്ചധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബീഫ് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ അടിപൊളിയായിട്ടുള്ള ബീഫ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിയോണ്ടി, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഫ് ബർല ബർലയും തേങ്ങാച്ചോറും പൊളിക്കൂട്ടോ. അപ്പോൾ ഇന്ന് തേങ്ങാച്ചോറാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ബീഫൊക്കെ റെഡിയാക്കിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു. പിന്നല്ലേ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ചെറിയൊരു തക്കാളിയടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു തക്കാളി ലാസ്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു കറിക്ക്. അപ്പോൾ അതുകൂടി ചേർത്തിട്ടാണ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ തേങ്ങാച്ചോറിന് വേണ്ടിയിട്ട് കുക്കറിലോട്ട് ഇതാ ഉലുവയും അരിയും കഴുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം ചെറിയ ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയും തേങ്ങയൊക്കെ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങാച്ചോറിന്. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരിയുടെ 3 ഇരട്ടിയാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മുതൽ 4 വിസിൽ വരെ വരുമ്പോഴേക്കും നമ്മുടെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു കുക്കർ അടക്കുകയാണെങ്കിൽ കുക്കറിൻ്റെ പുറത്തോട്ടൊന്നും ഇത് സ്പ്രെഡ് ആവില്ല കേട്ടോ തിളച്ച് വരുന്ന സമയത്ത്. അപ്പോൾ നമ്മളെ തേങ്ങാച്ചോറൊക്കെ അവിടെ റെഡി ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള ഉള്ളിമോര് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതെൻ്റെ വല്യമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഈ ഒരു സ്പെഷ്യൽ വേറെ ആരും ഉണ്ടാക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വല്യമ്മ ഉണ്ടാക്കി എപ്പോഴും തരാറുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ചധികം തേങ്ങയും എടുത്തിട്ട്
പിന്നെ കാന്താരി മുളകും എടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. ഇതിലോട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പച്ച മോര് ഒഴിച്ചു കൊടുക്കും. മോരും ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി അടിച്ചെടുത്താൽ അടിപൊളി ഉള്ളിമോര് റെഡിയായി കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ മോര് റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കേണ്ടി. സൂപ്പറാണ് കേട്ടോ. വെറുതെ കുടിക്കാൻ തന്നെ അടിപൊളിയാണ്. ഇപ്പൊ ദാ നമ്മള് ജുമുഅ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള സമയമായപ്പോൾ ഉസ്താദുമാര് വീട്ടിലേക്ക് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ 3 ആളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ തേങ്ങാച്ചോറും ബീഫും അതുപോലെ തന്നെ നമ്മള് കുറച്ച് ബീട്രൂട്ടിന്റെ അച്ചാറും പിന്നെ നമ്മുടെ ഉള്ളിമോരും പിന്നെ കുറച്ച് പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കട്ടൻ ചായയും റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പ്രാവശ്യത്തെ ചെലവ് എന്ന് പറയുന്നത് ഉച്ചവരെ ഉള്ളൂ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉസ്താദുമാരൊക്കെ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇത്രത്തോളം ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ.